ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ മണിന്റെ 11ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിന് എപ്പോഴായിരിക്കും 300 ലൈക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നേരമായിരിക്കും ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ നിങ്ങളെ പറഞ്ഞു മുഷിപ്പിക്കാതെ നമുക്ക് നേരെ ആനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതിനെ കാണിക്കുന്നത് നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ ഇവനെ തോപ്പിക്കാൻ വേണ്ടി കീനറോയിനും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റൂറിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻ ക്രിയേറ്റ് ചെയ്യും. ഹീറോ പറയുകയാണ് വെച്ച് റിസർച്ച് ചെയ്യുന്നതിന് നമുക്ക് ഗ്ലാസ് ആവശ്യം. എന്ത് സാധനം എന്ന് നമ്മുടെ ക്രോം ചോദിക്കുകയാണ്. സാധാരണ ക്ലേ പോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. മെറ്റീരിയൽ ആണ്. സോ ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. വിഷയമായിട്ടുള്ള പരിപാടിയാണല്ലോ എന്ന് നമ്മുടെ ക്രോം പറയുന്നു. ഇന്നതിനു മുമ്പ് നമ്മൾ ഇവളുടെ പ്രശ്നം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സീക്കയുടെ മാസ്ക് അങ്ങ് ഊരിയെടുക്കുകയാണ്. സമയത്ത് അവൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. എന്നാൽ അവൾക്ക് ഒരു കുഴപ്പമുണ്ട്. ക്ലിയർ ആയിട്ട് ഒരു സാധനവും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ ആ മാസ്ക് വെക്കുന്ന സമയത്ത് അവൾക്ക് പിന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കേട്ടുടനെ തന്നെ ഇത് എന്ത് സംഭവമാണെന്ന് നമ്മുടെ സേക്കുവിന് മനസ്സിലാവുകയാണ്. പറയുന്നത് പിങ്ക് ഹോൾ എഫക്ട്സ് എന്നാണ്. കാഴ്ചക്കുറവ് തമ്മിൽ എന്ത് ബന്ധമാണെന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയത്ത് 10 മില്യൺ % ആയിട്ടുള്ള പീപ്പിൾസിന് കാലത്തില് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒരു ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ഈ സിഗ്നൽസിലേക്ക് തടുക്കുമായിരുന്നു. യൂസ് ചെയ്തിട്ട് എനിക്ക് എന്റെ കണ്ണ് റെഡിയാക്കാൻ വേണ്ടി സാധിക്കുമോ? പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ണ് യൂസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടി സാധിക്കുമോ? കാരണവശാലും പേടിക്കേണ്ട സ്വീക്ക സയൻസ് ഗ്രൂപ്പ് നിന്നെ ഉറപ്പായിട്ട് സഹായിക്കുന്നതായിരിക്കും. ക്രോമിന്റെ റോ കളക്ഷനിൽ സിൽക്കോൺ ഇല്ല. സിൽക്കോൺ എന്ന് പറയുന്നത് ഒരു സാൻഡ് ആണ്. നമ്മുടെ സേക്കുവിന് ഈ സാധനം എവിടെ കിട്ടുമെന്ന് അറിയാം. സീത്രൂട്ട് സ്റ്റോൺ ക്രോം കണ്ടുപിടിച്ച സ്ഥലത്തിലേക്ക് നമ്മുടെ സേക്കു പോവുകയാണ്. തന്നെയാണ് സിൽക്കോൺ സാൻഡ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ സിൽക്കോൺ കണ്ടുപിടിക്കുകയാണ്. വളരെയധികം ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് സിൽക്കോൺ കളക്ട് ചെയ്യുകയാണ്. അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. വേണമെന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയം കാർബണേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സീ വീൽസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഗ്ലാസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരെ ലെങ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പോളിഷ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റവും നമ്മുടെ സേക്കു അവിടെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ലെങ്സ് ആരാണ് പോളിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രോം ഒന്നും മടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വീക്കയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്രോം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോളിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമ്മുടെ സ്വീക്കയുടെ കണ്ണിനും അതുപോലെ തന്നെ മാസ്കിന് പറ്റുന്ന രീതിയിലും നമ്മുടെ ഗ്ലാസ് പോളിഷ് ചെയ്തെടുക്കുകയാണ്. സേക്കുവും ബാക്കിയുള്ളവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്വീക്കയുടെ മാസ്കിലാണെങ്കിൽ ആ ഗ്ലാസ് ഫിറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ സ്വീക്കനെ കൊണ്ട് ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്ഥലത്ത് എന്ത് കാണാമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സ്വീക്ക സൺഫ്ലവർ എന്ന് പറയുകയാണ്. എനിക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെന്നും അവൾ പറയുന്നു. സമയത്തായിരുന്നു അവളുടെ മാസ്ക് അവൾക്ക് വെച്ച് കൊടുക്കുന്നത്. കിനറോ, നീ വീണ്ടും ആ സെയിം മിസ്റ്റേക്ക് തന്നെ വരുത്തി. അധികം ക്ലോസ് ഡിസ്റ്റൻസിൽ വന്ന സമയത്ത് നിനക്ക് ഉറപ്പായിട്ടും എന്നെ അറ്റാക്ക് ചെയ്ത് സിമ്പിൾ ആയിട്ട് തോൽപ്പിക്കാൻ പറ്റേണ്ടതായിരുന്നു. ഒരുപാട് വട്ടം തോക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കീനറോയ്ക്ക് ഒരുപാട് അധികം ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ലെന്ന് നമ്മുടെ ജീനറിനോട് നമ്മുടെ കീനറോ പറയുകയാണ്. സ്വീക്കയുടെ കാഴ്ച തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ ഇനി ലേബർ വർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. ഇതിനു വേണ്ടിയാണ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമ്മുടെ ക്രോം സേക്കുവിനോട് ദേഷ്യത്തോട് പറയുന്നു. ഇവർക്ക് ഗ്ലാസ് കിട്ടി. ഇനി ഇവരുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ട്യൂബ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യണം. സ്വീക്കയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റ് ആണ്. ഈ ബബിൾ പോലെ വരുന്നത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോം ക്രിയേറ്റ് ആകും. സാധനം എടുത്തിട്ട് ഒരു ഇരുമ്പ് പോലത്തെ ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ട് ഊതുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ആ ഗ്ലാസ് പൊട്ടിത്തെറിച്ചു പോവുകയാണ്. പൊട്ടി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 മാസം എടുത്തു. അതുകൊണ്ട് തന്നെ ഒരിക്കലും തോറ്റു കൊടുക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെതുക്കെ പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നമുക്ക് അതിനു വേണ്ടിയുള്ള സമയമില്ലെന്ന് ക്രോം പറയുന്ന സമയത്ത് പറയുന്നത് ഈസി ആയിട്ടുള്ള പരിപാടിയല്ലെന്ന് നമ്മുടെ സേക്ക് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്രോം പോയിട്ട് വില്ലേജിലെ ക്രാഫ്റ്റ്സ്മാനെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഒന്ന് സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രോം കെഞ്ചി പറയുകയാണ്. അർത്ഥമുടി എന്തിനാണ് ഇങ്ങനെ വിയർഡായിട്ട് കെട്ടിവെച്ചേക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. ക്ലേ പോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ കൊഹാക്കുവിന്റെ ഷീൽഡ് ഇരിക്കുന്നത് ഈ ക്രാഫ്റ്റ്മെൻ ആണ്. യൂസ് ചെയ്യാതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേക്കു അയാളെ അഭിനന്ദിക്കുന്നു. കൊഹാക്കുവിന് ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് നമ്മുടെ കൊഹാക്കു പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണ്ട, ഞങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കുക. ക്ലേ അല്ലല്ലോ, വേറെ എന്തോ ഒരു സാധനമാണല്ലോ ഞങ്ങൾ ചെയ്യുന്നത് കാണും. അതുപോലെ തന്നെ ക്രോമും ആണെങ്കിൽ ആ മെറ്റീരിയൽസ് ആണെങ്കിൽ അയാളുടെ മുമ്പിൽ വെച്ച് വേസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. കാണുന്ന സമയത്ത് അയാളെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അയാൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. എന്ന് പറയുന്നത് ഇത് എന്റെ മുമ്പിൽ വെച്ച് വേസ്റ്റ് ചെയ്തിട്ട് എന്നെ ടെൻഷൻ ആക്കി ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. റിയൽ ക്രാഫ്റ്റ്മാൻ ഇതുപോലെ മെറ്റീരിയൽസ് വേസ്റ്റ് ചെയ്യുന്നത് ചുമ്മാ നോക്കി നിൽക്കത്തില്ല എന്ന് നമ്മുടെ സേക്കു പറയുന്നു. നിന്റെ പ്ലാൻ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ നമ്മുടെ സേക്കുവിനെ സഹായിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ആ കയറെല്ലാം പൊട്ടുകയാണ്. നോക്കുന്ന സമയത്ത് അയാളുടെ 6 പാക്ക് ഒക്കെ കണ്ടിട്ട് അവരെല്ലാവരും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഞെട്ടുടനെ വളരെയധികം ഈസി ആയിട്ട് തന്നെ അയാൾ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ഓരോ സംഭവങ്ങൾ ക്രിയേറ്റ്
ചെയ്യുകയാണ്. ഇയാൾ ഇങ്ങനെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു ക്രോമിന് പറഞ്ഞു കൊടുക്കുകയാണ്. മറിച്ചത്തെ ക്രാഫ്റ്റ്മാൻ എക്സ്പീരിയൻസ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഒരു ക്രാഫ്റ്റ്മാനെ എനിക്കിനി കാണാൻ സാധിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഫൈനലി അവർ ഒരു സയൻസ് ലാബ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാണുന്ന സമയത്ത് നമ്മുടെ സേക്കുവിന് തന്റെ അച്ഛൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്ത ലാബിനെ കുറിച്ച് ആലോചിക്കുകയാണ്. നമ്മുടെ സേക്കു പറയുകയാണ് കിങ്ഡം ഓഫ് സയൻസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനെ തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉറപ്പായിട്ട് സാധിക്കും എന്ന് നമ്മുടെ സേക്കു സമയത്ത് തന്നെ കിങ്ഡം ഓഫ് സയൻസിന്റെ മാപ്പ് കാണിക്കുകയാണ്. ട്രഷർ കളക്ഷൻ മിനറൽസ് ഒക്കെ അവിടെയാണ് ഉള്ളത്. അടുത്തത് ഫോർട്ട് സ്റ്റൈൽ റാമനിന്റെ ഫുഡ് സ്റ്റോർ ഉള്ളതാണ്. ഹൈ ഹീറ്റിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫർണസും അവിടെയുണ്ട്. കിങ്ഡം ഓഫ് സയൻസ് വിജയിക്കാൻ വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം മെയിനെ തോപ്പിക്കാൻ വേണ്ടി കീനറോയും ജീനറോയിനെയും ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. കീനറോയും ജീനറോയും കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന അൾട്ടിമേറ്റ് ജനറേറ്റർ. അടുത്തത് ഗ്ലാസ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഓരോ പോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒന്നും പറ്റാതെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം. നമ്മുടെ കിങ്ഡം ഓഫ് സയൻസിന്റെ ലാബ്. കിങ്ഡം ഓഫ് സയൻസിന്റെ മാപ്പ് നമുക്ക് കാണിച്ചു തരും. അമേസിംഗ് ആണ്. കിങ്ഡം ഓഫ് സയൻസ് ഓരോ ദിവസം കഴിഞ്ഞ് വരാൻ നേരത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ ക്രോം പറയുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഞാൻ ലോകത്തിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. കിങ്ഡം ഓഫ് സയൻസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. ഒരു ഗ്ലാസ് ഒക്കെ കണ്ടുപിടിച്ചു. അതൊക്കെ ഒരുപാട് ഫൺ ആയിരിക്കും. കീനറോ ഒരു ഗോൾഡനോ അല്ലെങ്കിൽ ഒരു സിൽവർ സ്പീറോ ഉണ്ടെങ്കിലും കൂടെ പവർ കൂടും. പവർ എന്ന് ഉദ്ദേശിച്ചത് അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ ഒരു മോട്ടിവേഷൻ കിട്ടത്തില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കീനറോയും ജീനറോയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കുവിനോട് സാധനം ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുകയാണ്. പറയുന്ന കാര്യം ശരിയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കൊഹാക്കു പറയുകയാണ് സാധനം ഉണ്ടാക്കി കൊടുത്താൽ 100% ഉറപ്പാണ് അവർക്ക് മോട്ടിവേഷൻ കിട്ടുമെന്ന്. ഗ്ലാസ് വരെ ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലുള്ള നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഗോൾഡൻ സ്പിയർ എന്ന് പറയുന്ന സാധനം സിമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് സിൽവർ സ്പിയർ ആയിരിക്കും ഉണ്ടാക്കി തരുന്നത്, കാരണം അത് മാത്രമേ നിങ്ങൾക്ക് യൂസ് ആകത്തുള്ളൂ. കീനറോയ്ക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടെങ്കിലും നമ്മുടെ കീനറോ മൊത്തത്തിൽ തന്നെ ഇല്ലാതായി പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ചുമ്മാ ഉണ്ടാക്കി തരികയല്ല. അടുത്ത മിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിഷനാണ്. മിഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഡെത്ത് ആയിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സേക്കു പറയുകയാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സേക്കുവിന്റെ കിങ്ഡം ഓഫ് സയൻസ് ഇപ്പോൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനി എന്ത് തോന്നുന്നു? നമ്മുടെ സേക്കുവിന്റെ ഇൻസ്റ്റന്റ് ഡെത്ത് ഉള്ള എന്ത് മിഷൻ ആയിരിക്കും ഇനി കൊടുക്കാൻ വേണ്ടി പോകുന്നത്? അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയണ്ട. സോ പറയുകയാണെങ്കിൽ തന്നെ സ്പോയിലർ എന്ന വാർണിംഗ് ഇട്ടിട്ട് മാത്രം പറയുക. എന്റെ കൂടെ കണ്ടുപോകുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് കമന്റിൽ പറയുക. മാത്രമല്ല നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 300 ലൈക്സ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെക്കൻഡ് ചാനലും കൂടെ ഉണ്ട്. സോ തല്ലിപ്പൊളി എന്നാണ് പേര്. സോ അതിൻ്റെ അതിൽ ഞാൻ ഇനിയും തൊട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഷോർട്സ് ഇടാൻ വേണ്ടി പോവുകയാണ്. സോ അതിനകത്ത് ഞാൻ സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള ഈ ട്രോൾസ്, റീൽസ്, റിയാക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ചെയ്തത്. അതിനോട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ചാനലിന്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. പിന്നെ നിങ്ങളുടെ ആനിമി കാണുന്ന മാക്സിമം ഫ്രണ്ട്സിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. നമ്മൾ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഞാനിപ്പോൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് 2 ദിവസം ഇടവിട്ടൊക്കെയാണ്. സോ നെറ്റ് ഇഷ്യൂസ് വരാൻ നേരത്താണ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഈ വീഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ്, എന്നിട്ട് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മടിയായിരുന്നു ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. സോ അതുകൊണ്ട് കൂടാണ് ലേറ്റ് ആയി പോയത്. അപ്പം ഇനിയും വരുന്ന എപ്പിസോഡ്സൊക്കെ ഷടപട എന്ന് വരുന്നതായിരിക്കും. സോ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നിട്ട് എനിക്കതൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഉറപ്പൊന്നും ഞാൻ തരുന്നില്ല. എന്നാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഞാൻ നിങ്ങളെ പറഞ്ഞ് വെറുതെ ഞാൻ മുഷിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ.